ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രാഷ്ട്രപതിക്ക് കത്തയച്ച് കേരള സർക്കാർ. രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കുമാണ് സംസ്ഥാന സർക്കാർ കത്തയച്ചിരിക്കുന്നത്. ഗവർണർ ചുമതല നിറവേറ്റുന്നില്ല എന്നും പ്രോട്ടോകോൾ ലംഘനം നിരന്തരം നടത്തുന്നുവെന്നുമാണ് കത്തിൽ ആരോപിക്കുന്നത്. ഗവർണറും സർക്കാരും തമ്മിൽ ഏറെ നാളായി നിലനിൽക്കുന്ന തർക്കത്തിനിടയിൽ വളരെ ഗൗരവമുള്ള നടപടിയായാണ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നീക്കമുണ്ടായിരിക്കുന്നത്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതെ തടഞ്ഞുവെച്ച നടപടിയിലാണ് ഗവർണർ ചുമതലകൾ നിറവേറ്റുന്നില്ല എന്ന വിമർശനം സർക്കാർ ഉന്നയിക്കുന്നത്. ഇത് മുൻനിർത്തിയാണ് ഇപ്പോൾ കത്തയച്ചിരിക്കുന്നതും. ഗവർണറുടെ നിലപാടുകൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് നേരത്തെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. തിരുവനന്തപുരത്തെ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചപ്പോൾ ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ച് പുറത്തിറങ്ങുകയും SFI പ്രവർത്തകരോട് കയർക്കുകയും ചെയ്തിരുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് എത്തിയ ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ച് മിഠായി തെരുവിലെത്തിയിരുന്നു. ഇതിനെതിരെ രംഗത്ത് വന്ന മുഖ്യമന്ത്രി സുരക്ഷയൊരുക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് എന്നും വ്യക്തമാക്കി. സർക്കാരും ഗവർണറും തമ്മിൽ തർക്കം മുറുകിയിരിക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി ഏറെ നിർണായകമാണ്. അതേസമയം SFIയുടെ പ്രതിഷേധത്തിനിടെ ഇന്ന് ചേർന്ന കാലിക്കറ്റ് സർവകലാശാലയുടെ സെനറ്റ് യോഗം അവസാനിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങളെ SFI പ്രവർത്തകർ തടഞ്ഞു. പ്രവീൺ കുമാർ, മനോജ് C, ഹരീഷ് AV, പത്മശ്രീ ബാലൻ പൂതേരി, അഫ്സൽ ഗുരുക്കൾ തുടങ്ങിയവരെയാണ് SFI പ്രവർത്തകർ തടഞ്ഞത്. സർവകലാശാലകളിൽ ഗവർണറുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ വാഴ്ച അനുവദിക്കില്ല എന്നും ഗവർണറുടെ ഏകാധിപത്യം നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്നുമാണ് SFI പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.